ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദി അക്ബർ ടോക്സ്. ഈ വീഡിയോയിൽ നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്ന വളരെ വ്യത്യസ്തരായ മനുഷ്യരെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. ഇങ്ങനെയൊക്കെയുള്ള മനുഷ്യരുണ്ടോ എന്ന് നിങ്ങളെ ചിന്തിപ്പിക്കുന്ന തരത്തിൽ ഈ വീഡിയോ വളരെ ഇൻട്രസ്റ്റിംഗും അത്ഭുതപ്പെടുത്തുന്നതുമായിരിക്കും. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ദി അക്ബർ ടോക്സ് ചാനലിലേക്ക് നിങ്ങൾ പുതിയ ആളാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. റോണി ആൻഡ് ഡോണി ഗാലിയോൺ. ഡോണി ഗാലിയോൺ എന്നിവർ 1951 ജൂലൈയിലാണ് ജനിച്ചത്. ജനിക്കുമ്പോൾ ഇവരുടെ ഭാരം 5 കിലോ 30 ഗ്രാം ആയിരുന്നു. രണ്ടുപേരും അവരുടെ വയറിന്റെ ഭാഗം തമ്മിൽ ഒട്ടിപ്പിടിച്ചാണ് ജനിച്ചത്. രണ്ടുപേർക്കും തനിയെ കൈകാലുകൾ, തനി ദഹന പ്രക്രിയ, തനി കിഡ്നികൾ എന്നിവ ഉണ്ടായിരുന്നു. അടിവയറ്റിലുള്ള അവയവങ്ങൾ രണ്ടുപേർക്കും പൊതുവായിട്ടാണ് ഉണ്ടായിരുന്നത്. ഇതുകാരണം ഇവർ ജനിച്ച സമയത്ത് ഡോക്ടർമാർക്ക് ഇവരെ വേർപെടുത്താൻ സാധിച്ചില്ല. വളർന്നതിന് ശേഷം അവർ വേർപിരിയാൻ ആഗ്രഹിച്ചതുമില്ല. അതുകൊണ്ട് ജീവിതകാലം മുഴുവൻ ഒരുമിച്ച് തന്നെയാണ് ജീവിച്ചത്. 68 വയസ്സ് വരെ ജീവിച്ച ഇവർ ഹൃദയാഘാതം മൂലമാണ് മരണപ്പെട്ടത്. അബ്ദുൽ ബജന്തർ എന്ന് പറയുന്ന ഈ 26 വയസ്സുകാരനായ ബംഗ്ലാദേശി യുവാവ് അദ്ദേഹത്തിന്റെ കൈകാലുകളിൽ മരം പോലെയുള്ള വിചിത്രമായ രൂപങ്ങൾ വളരാൻ തുടങ്ങിയപ്പോഴാണ് ലോകം മുഴുവൻ ചർച്ചാ വിഷയമായത്. ഇദ്ദേഹത്തിന് 10 വയസ്സുള്ളപ്പോഴാണ് ഇത് വളരാൻ തുടങ്ങിയത്. അടുത്ത ചില വർഷങ്ങൾക്കുള്ളിൽ തന്നെ ഇത് കൈകാൽ മുഴുവൻ പടരുകയും കൈകൾ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ വളരുകയും ചെയ്തു. ഇതുകാരണം യാതൊരു ജോലിയും ചെയ്യാൻ കഴിയാതെ ഇദ്ദേഹം വീട്ടിൽ തന്നെ ഒതുങ്ങിപ്പോവുകയായിരുന്നു. ഈ രോഗത്തിന് യാതൊരു മരുന്നും ഇല്ലെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത്. 9 പേരടങ്ങുന്ന മെഡിക്കൽ സംഘം 4 മണിക്കൂർ നീണ്ട ഓപ്പറേഷനിലൂടെ അദ്ദേഹത്തിന്റെ കൈകളിൽ നിന്ന് 5 കിലോയോളം ഈ മരക്കഷ്ണങ്ങൾ നീക്കം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇദ്ദേഹത്തെ എല്ലാവരും ട്രീ മാൻ, അതായത് മരമനുഷ്യൻ എന്നാണ് വിളിക്കുന്നത്. സിഡെവെരി. ആഫ്രിക്കയിലെ റുവാണ്ട രാജ്യത്തെ ഒരു സ്ത്രീക്ക് വിചിത്രമായ തലയോട്ടോടു കൂടിയ ഒരു കുട്ടി ജനിക്കുകയുണ്ടായി. ഈ അപൂർവ വൈകല്യത്തിന് സെഫാലിക് ഡിസോർഡർ എന്നാണ് പേര്. ഈ വൈകല്യം കാരണം കുട്ടിയുടെ നാഡീവ്യൂഹത്തെ ബാധിക്കുന്നതോടൊപ്പം തലയൊട്ടി, മസ്തിഷ്കം എന്നിവയുടെ വളർച്ചയും തടസ്സപ്പെടും. കുട്ടിയുടെ പിതാവ് കുട്ടിയെ കൊന്നുകളയാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ അമ്മ അതിന് സമ്മതിക്കാതെ കുട്ടിയെ വളർത്താൻ തുടങ്ങി. എന്നാൽ നാട്ടുകാർ കുട്ടിയെ പരിഹസിക്കുകയും ഏലിയൻ എന്ന് വിളിക്കാൻ തുടങ്ങുകയും ചെയ്തതുകൊണ്ട് നാട്ടിൽ നിന്നും മാറി തനിയെ താമസിക്കാൻ തുടങ്ങി. കുട്ടിയെ ചികിത്സിക്കാൻ അവരുടെ കയ്യിൽ ആവശ്യത്തിന് പണം ഇല്ലായിരുന്നു. ഭാഗ്യവശാൽ ഒരു യൂട്യൂബർ ഈ കുട്ടിയെക്കുറിച്ച് ഒരു ഡോക്യുമെന്ററി ചെയ്യുകയും ചികിത്സയ്ക്കായി ഫണ്ട് ശേഖരിക്കുകയും ചെയ്തു. ആ പണം ഉപയോഗിച്ച് കുട്ടിയുടെ ചികിത്സ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രഭുലാൽ. ഇന്ത്യക്കാരനായ പ്രഭുലാൽ എന്നു പേരുള്ള ഇദ്ദേഹം മെലനോമ എന്ന അത്യപൂർവ ചർമ്മരോഗത്താൽ ബാധിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ രോഗം കാരണം ഇദ്ദേഹത്തിന്റെ മുഖത്ത് അരിമ്പാറ പോലെയുള്ള വളർച്ചകൾ അമിതമായി വരാൻ തുടങ്ങി. ഒരു ഘട്ടത്തിൽ ശരീരത്തിന്റെ 80% ഭാഗങ്ങളും ഈ അരിമ്പാറകളാൽ മൂടപ്പെട്ടിരുന്നു. പലവിധ ചികിത്സകൾ നടത്തിയിട്ടും ഇത് കുറഞ്ഞതേ ഇല്ല. ഇങ്ങനെയുള്ളവരെ നമ്മുടെ സമൂഹം എങ്ങനെയാണ് കൈകാര്യം ചെയ്യുക എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ പ്രഭു അതിനെയെല്ലാം അതിജീവിച്ച് കൊമേഴ്സിൽ മാസ്റ്റർ ബിരുദം കരസ്ഥമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു മികച്ച പെയിന്ററായും ഗായകനായും സോഷ്യൽ മീഡിയ ഇൻസ്പിറേഷനായും അദ്ദേഹം ജീവിച്ചു. നിർഭാഗ്യവശാൽ 2022 ഒക്ടോബറിൽ ഒരു ശസ്ത്രക്രിയ പരാജയപ്പെട്ടതിനെ തുടർന്ന് അദ്ദേഹം മരണപ്പെടുകയുണ്ടായി. ഗലാൻ ആന്റിഗ. 2018 മെയ് മാസത്തിൽ ഇന്തോനേഷ്യ സ്വദേശിയായ ഒരു സ്ത്രീക്ക് 2 കൈകളും 2 കാലുകളും എന്നാൽ 2 മുഖങ്ങളുമുള്ള ഒരു കുഞ്ഞ് ജനിച്ചു. ഗലാങ് എന്ന് പേരിട്ട ആ കുഞ്ഞിന് 2 വ്യത്യസ്ത മുഖങ്ങളോടൊപ്പം 2 തലച്ചോറുകളും ഉണ്ടായിരുന്നു. 2 തലച്ചോറുകളും ഒരേ തലയൊട്ടിക്ക് ഉള്ളിൽ തന്നെ ആയിരുന്നത് കൊണ്ട് ഉണ്ടാകുന്ന അമിത സമ്മർദ്ദം കാരണം തലച്ചോറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. സർജറി ചെയ്യാനുള്ള പണമില്ലാത്തത് കൊണ്ട് എന്തെങ്കിലും അത്ഭുതം സംഭവിക്കില്ലേ എന്ന് കാത്തിരിക്കുകയാണ് ആ രക്ഷിതാക്കൾ. ഡോക്ടർമാർക്കും ഇതിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. പിൻ ആൻഡ് പാൻ. തായ്ലാന്റ് സ്വദേശികളായ ഈ 8 വയസ്സുകാരായ സഹോദരിമാർ 2 തലയും 2 ശരീരവുമായി, എന്നാൽ ഇടുപ്പ് ഭാഗം പരസ്പരം ഒട്ടിപ്പിടിച്ച നിലയിലാണ് ജനിച്ചത്.
രണ്ടു പേർക്കുമായി ആകെ 2 കാലുകൾ മാത്രമാണുള്ളത്. അതിലൊരു കാൽ ഒരു പെൺകുട്ടിയും മറ്റേ കാൽ അടുത്ത പെൺകുട്ടിയുമാണ് നിയന്ത്രിക്കുന്നത്. നടക്കുമ്പോൾ ഇവർ കൈകളും കാലുകളും ഒരുമിച്ച് ഉപയോഗിച്ചിട്ടാണ് നടക്കുന്നത്. ഇവർക്ക് 3 ചക്രമുള്ള സൈക്കിൾ പോലും ഓടിക്കാൻ സാധിക്കുന്നുണ്ട്. ഇവർ ശരീരം കൊണ്ട് ഒന്നാണെങ്കിലും 2 പേരുടെ സ്വഭാവം തികച്ചും വ്യത്യസ്തമാണ്. ഒരാൾക്ക് നീളമുള്ള മുടി ഇഷ്ടമാണെങ്കിൽ മറ്റേയാൾക്ക് മുടി ചെറുതാക്കി വെട്ടാനാണ് ഇഷ്ടം. 2 പേരും കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അളവിൽ പോലും വ്യത്യാസമുണ്ട്. ഇവരെ ശസ്ത്രക്രിയയിലൂടെ വേർപെടുത്താൻ സാധ്യതകളുണ്ടെന്ന് ചില ഡോക്ടർമാർ പറയുന്നുണ്ടെങ്കിലും പരസ്പരം പിരിയാൻ തങ്ങൾക്ക് താല്പര്യമില്ലെന്നാണ് ഇവർ പറയുന്നത്. ബബ്ലു 26 വയസ്സായ ബബ്ലു ലുപാഷി ജൈൻജാറ്റിസം എന്ന അപൂർവതരം രോഗത്താൽ ബാധിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ രോഗം വന്നവർക്ക് ശരീരത്തിലെ ചില ഭാഗങ്ങളിൽ കോശങ്ങളുടെ വളർച്ച അധികമായും അതിന്റെ കാരണമായി ബബ്ലുവിന്റെ വലത് കൈ വീങ്ങാൻ തുടങ്ങി. 18 കിലോ അളവിലേക്ക് വെയിറ്റ് കൂടിയിട്ടുണ്ട്. ഇതിനാൽ ദിനചര്യ ജോലികൾ മാത്രമല്ല ഒരു ജോലിക്ക് പോകുന്നതും കഷ്ടമായി തോന്നിയിട്ടുണ്ട്. ഓപ്പറേഷൻ ചെയ്യാൻ പണം വേണമെന്നുള്ളതിനാൽ സിറ്റിക്ക് ജോലി തേടി പോയിരിക്കുകയാണ്. എന്നാൽ അവിടെയും ഒരു ജോലിയും കിട്ടിയില്ല. ഇതിനാൽ ഗവൺമെന്റ് തന്നെ സഹായിക്കുമെന്ന് അദ്ദേഹം കാത്തിരിക്കുകയാണ്. ബൈസിദ് സിക്കന്ദർ കാണാൻ 70 വയസ്സായ മനുഷ്യരെ പോലെ ഇരിക്കുന്ന ഈ പയ്യന് വെറും 4 വയസ്സ് മാത്രമാണ് ആകുന്നത്. വളരെ അപൂർവമായ ഈ രോഗത്തിന്റെ കാരണമായി പയ്യന്റെ മസ്തിഷ്ക വളർച്ച ഒരു 4 വയസ്സായ പയ്യനെ പോലെ നോർമലായും ശരീര വളർച്ച ഒരു 70 വയസ്സായ ആളെ പോലെ വേഗത്തിലുമുണ്ട്. ഇതിനുപുറം ശരീരത്തിൽ പോഷകാഹാരക്കുറവ് പോലെയുള്ള വേറെയും ചില പ്രശ്നങ്ങളുമുണ്ട്. ഡോക്ടർമാർക്ക് അവന് ശരിയായ ഒരു ചികിത്സ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇത്രയും പ്രശ്നങ്ങൾക്ക് നടുവിലും ഒരു സാധാരണ ചെറിയ കുട്ടിയെ പോലെ കളിക്കുന്നത് അവന് വളരെ ഇഷ്ടമാണ്. അതോടൊപ്പം അവൻ ബുദ്ധിശാലിയായ പയ്യനായും ഇരിക്കുകയാണ്. ടെസ ഇവാന് 10 ലക്ഷത്തിൽ ഒരാൾക്ക് വരാൻ സാധ്യതയുള്ള അപൂർവമായ മെഡിക്കൽ കണ്ടീഷൻ ഉണ്ട്. ഈ കണ്ടീഷൻ കംപ്ലീറ്റ് കൺജനിറ്റൽ അറോണിയ എന്നാണ് പേര്. ഈ കുറവുള്ളവർക്ക് മൂക്ക് ഉണ്ടാവുകയില്ല. ജനിക്കുമ്പോൾ ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടിയ അവളെ ഡോക്ടർമാർ ചില ശ്രമങ്ങൾക്ക് ശേഷം അവളായി തന്നെ ശ്വാസമെടുക്കുന്ന രീതിയിൽ സ്റ്റെബിലൈസ് ചെയ്തിട്ടുണ്ട്. ഈ കുറവിന്റെ കാരണമായി അവൾക്ക് മണക്കാനുള്ള കഴിവ് ഒട്ടും തന്നെ ഇല്ല. മണമോ സ്മെല്ലോ ഒന്നും തന്നെ അവൾക്ക് അറിയാൻ കഴിയില്ല. അവൾക്ക് തുമ്മാൻ കഴിയില്ല. അവൾക്ക് ജലദോഷം പോലും വരില്ല. ഓപ്പറേഷനിലൂടെ കൃത്രിമമായ നാസി, അതായത് മൂക്കിലുള്ള മൂക്കുതുള ഘടിപ്പിച്ചിട്ടുണ്ട്. ഇവൾ വളരുമ്പോൾ അത് റിമൂവ് ചെയ്തിട്ട് പുതിയത് ഘടിപ്പിക്കും. ഇതിന്റെ കാരണമായി ഉള്ള ആ ഒരു ചെറിയ മൂക്കും അവളോടൊപ്പം വളരും. ഇതില്ലെങ്കിൽ ആ മൂക്ക് വളരാതെ തന്നെ പോകും. കാറ്റ്ലിൻ 25 വയസ്സുള്ള കാറ്റ്ലിൻ എന്ന് പറയുന്ന പെൺകുട്ടി വളരെ ചെറിയ കീഴ്ത്താടിയോടെയാണ് ജനിച്ചിരിക്കുന്നത്. കീഴ്ത്താടി വളരെ ചെറുതായതുകൊണ്ട് ഇവർക്ക് സംസാരിക്കാൻ കഴിയില്ല. ഭക്ഷണം കഴിക്കാനും വളരെ അധികം കഷ്ടപ്പെടണം. കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ചില ഓപ്പറേഷനുകൾ ചെയ്തിട്ടുണ്ട്. സമീപകാലത്ത് നടന്ന ഓപ്പറേഷനിൽ നെഞ്ചിന്റെ വാരിയെല്ലുകളിൽ ഒന്നിനെ താടിയെല്ലിനായി ഉപയോഗിച്ചിരിക്കുകയാണ്. ഡോക്ടർമാരുടെ കഠിനാധ്വാനവും കാറ്റ്ലിന്റെ ആത്മവിശ്വാസവും കാരണം ശസ്ത്രക്രിയ വിജയകരമായി അവസാനിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇവർക്ക് സംസാരിക്കാനും പാടാനും സാധിക്കുന്നുണ്ട്. മുൻപ് ഈറ്റിംഗ് ട്യൂബ് ഉപയോഗിച്ച് ഭക്ഷണം കഴിച്ചിരുന്ന കാറ്റ്ലിന് ഇപ്പോൾ അതിന്റെ സഹായമില്ലാതെ തന്നെ ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നുണ്ട്. വാങ്സി സിയാങ് ചൈന സ്വദേശിയായ 56 വയസ്സുള്ള വ്യക്തിയാണ് വാങ്സി സിയാൻ. ആരോഗ്യകരമായ ജീവിതം നയിച്ചിരുന്ന ഇദ്ദേഹത്തിന് 2004 ജോലി ചെയ്യുന്ന സ്ഥലത്തു നിന്നുണ്ടായ ഒരു അപകടം കാരണം കഴുത്തിന് പൊട്ടൽ സംഭവിച്ചു. ഇതുമൂലമുണ്ടായ വേദന കുറയ്ക്കാൻ ചൈനീസ് പരമ്പരാഗത വൈദ്യരീതികളിലൊന്ന് ഇദ്ദേഹം ഉപയോഗിച്ചു. എന്തൊക്കെയായാലും വേദന കുറഞ്ഞെങ്കിലും അദ്ദേഹത്തിന്റെ കഴുത്തിന് ചുറ്റും വീങ്ങാൻ തുടങ്ങി. 2 മടങ്ങ് വലിയ കഴുത്തോടെ സാധാരണ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അദ്ദേഹത്തിന് വളരെ കഷ്ടപ്പാടായിരുന്നു. ഈ അവസ്ഥയ്ക്ക് ലിബോമ എന്നാണ് പേര്. ഈ രോഗബാധയുള്ളവർക്ക് ചർമ്മത്തിന് അടിയിലായി കൊഴുപ്പിന്റെ പാളികൾ രൂപപ്പെടും. കുറഞ്ഞ വരുമാനം കാരണം ഇദ്ദേഹത്തിന്റെ കൃത്യമായി ചികിത്സ എടുക്കാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. അതുകൊണ്ട് ചികിത്സയ്ക്കായി സംഭാവനകൾ ലഭിക്കുമോ എന്ന പ്രതീക്ഷയിലാണ് ഇദ്ദേഹം ഇപ്പോൾ ഉള്ളത്. യുഹി കാങ് 2009 മാർച്ച് മാസത്തിൽ ജനിച്ച ഈ കുട്ടി 6 ലക്ഷം പേരിൽ ഒരാൾക്ക് മാത്രം വരാൻ സാധ്യതയുള്ള അപൂർവമായ രോഗത്താൽ ബാധിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ രോഗത്തോടെ ജനിക്കുന്നവർ മുഖത്തിനും തലയ്ക്കുമിടയിൽ ഒരു വിടവ് ഉള്ളതുപോലെയായിരിക്കും.
ഇത് കാരണം അവർക്ക് രണ്ട് മുഖം ഉള്ളതുപോലെയോ അതല്ലെങ്കിൽ മാസ്ക് ധരിച്ചിരിക്കുന്നത് പോലെയോ തോന്നും. ഓക്കെ ഫ്രണ്ട്സ്, ഇതോടെ ഈ വീഡിയോ അവസാനിക്കുകയാണ്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റായി അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതേപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ദി അക്ബർ ടോക്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത ഒരു കിഡിലൻ വീഡിയോയുമായി വീണ്ടും കാണാം. ദിസ് ഈസ് അക്ബർ സൈനിങ് ഓഫ് ഫ്രം ദി അക്ബർ ടോക്സ്.